നമുക്ക് ജീവിതത്തെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ജീവിതത്തിൽ മരണമാണ്. പക്ഷെ അത് നമുക്കുള്ളതല്ല എന്ന് കരുതാൻ ദുരിതങ്ങളും യാതനകളും കണ്ണീർപ്പുഴകളും സങ്കടങ്ങളും ഇങ്ങനെ അലമാല പോലെ ചുറ്റും വന്നടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് തനിക്കുള്ളതല്ല എന്ന് താൻ അതിൽ പെടും വരെ കരുതാൻ മനുഷ്യന് കഴിയും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിസ്മയം. ഈ യുക്തിവാദികൾ എന്ത് സംസാരിച്ചാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? കാരശ്ശേരി മാഷായാലും ശരി, ഇളയിടമായാലും ശരി, രവീന്ദ്രൻ മാഷായാലും ശരി, ആരായാലും യുക്തിവാദിയാണോ പുഞ്ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാം? ബാക്കി ഒരു വിഭാഗത്തിനും ഇങ്ങനെയല്ല. അതായത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കില്ല അവർ. രാഷ്ട്രീയക്കാരായാലും ശരി, പള്ളിയിലച്ചന്മാരായാലും ശരി, ഉസ്താദുമാരായാലും ശരി, സന്യാസിമാരായാലും ശരി, ഗൗരവമുള്ള സമയത്ത് അവർക്ക് ഗൗരവമായിരിക്കും സംസാരിക്കും. എന്തെങ്കിലും തമാശ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. പക്ഷേ യുക്തിവാദികൾക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. അവർ എന്തിങ്ങനെ ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അവർ ഒരു പ്രത്യേക തത്വചിന്തയാണ് ഫോളോ ചെയ്യുന്നത്. ആ തത്വചിന്തയുടെ ഉറവിടം സോക്രട്ടീസാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് ഐ നോ നത്തിങ്. അതായത് സോക്രട്ടീസാണ് അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് ദൈവ വെളിപാടുണ്ടായി. അന്ന് ഗ്രീക്കുകാരുടെ ലോകമെന്ന് പറയുന്നത് ഗ്രീസ് മാത്രമേ ഉള്ളൂ. ഈ പാശ്ചാത്യ ദേശത്ത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ മഹാന്മാരാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ കുഴപ്പം അവർ യൂറോപ്പിനപ്പുറത്തൊന്നും കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അവരങ്ങനെ യാത്ര ചെയ്യുന്നവരായിരുന്നില്ല. പിന്നീട് റിഫോർമേഷൻ, റൈൻസൻസ് ഒക്കെ വരുന്ന സമയത്താണ് ഈ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ എന്താണ് നടന്നിരുന്നത് എന്ന് അക്കാലത്ത് ചോദിച്ചാൽ അവർക്കൊരു മണ്ണ് അറിവുണ്ട്. സോക്രട്ടീസിന് പോലും ഭാരതത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. കാർൽ മാർക്സ് മൂലധനം എഴുതുന്ന സമയത്ത് പോലും ഭാരതത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് ഒട്ടും അറിയില്ലാതാണ് എഴുതുന്നത്. ഉപനിഷത്തുകളൊക്കെ അദ്ദേഹം അവസാനമാണ് വായിക്കുന്നത്. അവരുടെ സംസ്കാരത്തെക്കാൾ എത്രയോ ഉന്നതമായ ഒരു സംസ്കാരം അവരുടെ ആ ഭൂപ്രദേശങ്ങൾക്കപ്പുറമുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇനി അഥവാ അറിയാമെങ്കിൽ അതൊക്കെ ഫോഷ്ക്ക് എന്ന് പറയുന്ന ആ അഹങ്കാരം ഉണ്ടായിരുന്നു. ഭാരത സംഗീതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഓൾ ഇന്ത്യ റേഡിയോയുടെ നേതൃത്വത്തിൽ. അന്ന് ബ്രിട്ടീഷുകാരാണ് എല്ലാം ഭരിക്കുന്നത് നമ്മുടെ റേഡിയോ. അപ്പോൾ അവിടെ നിന്നൊരു കമ്മിറ്റി വന്നിട്ട് ഭാരതത്തിലെ സംഗീതം മുഴുവൻ അവർ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഭാരതത്തിൽ സംഗീതമേ ഇല്ല എന്നാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് സംഗീതമെന്ന് വിളിക്കാൻ പറ്റിയ ഒന്നും ഭാരതത്തില്ല. ആലോചിക്കൂ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെ എന്തുമാത്രം ഡെവലപ്ഡ് മ്യൂസിക്കാണ്. പക്ഷെ ആ മണ്ടന്മാർക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സോക്രട്ടീസിനോട് ഇങ്ങനെ അപ്പോളോയുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനൊരു വെളിപാടുണ്ടായിട്ട് കേൾക്കുന്നുണ്ട്, ദറ്റ് യു ആർ ദ വൈസസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ സോക്രട്ടീസ് പറഞ്ഞത്, ഐ നോ ഓൺലി വൺ തിങ്. എനിക്ക് ഒറ്റ കാര്യം അറിയാം. എന്താണ്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നത്. അത് വിനയത്തിൻ്റെ അൾത്താരയിൽ നിന്ന് പറയുന്ന ഒരു സംഭാഷണം. ന്യൂട്ടണും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ കടലോരത്ത് ചെന്ന് നിന്ന ഞാൻ മണൽപ്പരപ്പിൽ നിന്നൊരു ചിപ്പി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ, അത്ര എനിക്കറിയാവും. അപ്പോൾ ഈ അറിവ് കൂടുന്തോറും വിനയം കൂടണം. ആൽമരം വളരും തോറും അതിൻ്റെ വേരുകൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഒരാൾ ബൗദ്ധികമായിട്ട് വളരെയധികം വളർന്നതിൻ്റെ ലക്ഷണം അയാളുടെ സംസ്കാരത്തിലേക്ക് അയാളുടെ റൂട്ടുകൾ വരുന്നു എന്നതാണ്. അപ്പോൾ പിന്നെ ഈ യുക്തിവാദികൾ എങ്ങനെയാണ്? അവർ സോക്രട്ടീസിൻ്റെ ഐഡിയ നേരെ തിരിച്ചിടും. ഇങ്ങനെ സോക്രട്ടീസ് പറഞ്ഞു, ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് ഐ നോ നത്തിങ്. ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത്, ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് യു നോ നത്തിങ് എന്നാണ്. അതായത് കേട്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു മണ്ണും അറിയില്ല, എനിക്കെന്തും വിളിച്ചു പറയാം, അതിനെപ്പറ്റി ആരും ഒരു ചോദ്യം ചോദിക്കില്ല. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയെന്ന് അവരൊരിക്കലും ചോദിക്കില്ല. അവർ വിചാരിക്കും, ഈ മനുഷ്യൻ എത്ര ബുദ്ധിമാൻ അല്ലേ, സോക്രട്ടീസിനെ പോലെ. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഇല്ലാതായിപ്പോയല്ലോ എന്നീ കേൾക്കുന്ന വിഡ്ഢികളൊക്കെ വിശ്വസിക്കും. അവർക്കതറിയാം. ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് യു ഇഡിയറ്റ്സ്
നോ നത്തിങ് എന്ന് പറഞ്ഞിട്ടാണ് അവർ മയക്കിടുന്നത്. അതാണ് ഇവർ ചിരിക്കുന്നത്, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. ഇത് നോക്കൂ, നമ്മുടെ സുനിൽ ലീലയുടെ അസാധ്യം കൊണ്ട് ചിരിക്കുന്നുണ്ടല്ലേ. കാരണം എന്താണ്, ഇദ്ദേഹം ഈ പറയുന്ന ആശയം എന്നുള്ളത് മഹാഭാരതത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ്. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മഹാഭാരതം. അതിൽ ഈ പാണ്ഡവരും കുന്തിയും കൂടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അവർ കാട്ടിൽ താമസിക്കുന്ന കാലം. അമ്മയായ കുന്തിക്ക് ദാഹജലം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇളയ സഹദേവൻ ഒരു കുടവുമായിട്ട് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും സഹദേവൻ തിരിച്ചു വരുന്നില്ല. അപ്പോൾ നകുലൻ പോയി, അടുത്ത ആൾ. നകുലനും തിരിച്ചു വന്നില്ല. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അർജുനൻ പോയി. അർജുനനും തിരിച്ചു വന്നില്ല. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് പോയി. അപ്പോൾ ഭീമൻ പോയി. ഭീമനും തിരിച്ചു വന്നില്ല. ഇതെന്താ ആരും തിരിച്ചു വരാത്തത്? ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ വന്നു. അപ്പോൾ എന്താ ആരും തിരിച്ചു വരാത്തത് എന്ന് കുന്തി ധർമ്മപുത്രരോട് ചോദിച്ചു. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, എന്തായാലും ഞാനും നോക്കിയിട്ടില്ല. അങ്ങനെ ധർമ്മപുത്രൻ പോയി. ധർമ്മപുത്രൻ നോക്കുമ്പോൾ കാണുന്നത് ആ കാട്ടിനകത്തുള്ളൊരു തടാകം. ആ തടാകത്തിൻ്റെ ഓരത്ത് ഇവരെല്ലാം ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. ഭീമൻ ഒരു സൈഡ്, തൊട്ടടുത്ത അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ, ആർക്കും ബോധമില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ആ ജലത്തിൽ നിന്നൊരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഇവരെയൊക്കെ ബോധം കെടുത്തിയത്. അപ്പോൾ ധർമ്മപുത്ര ചോദിച്ചു, എന്തിനാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർക്കാർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവരെല്ലാം ബോധം കെടുത്തി. ഗന്ധർവന്മാർക്ക് അത്ഭുത ശക്തികളുണ്ട്. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഈ സഹോദരന്മാരെല്ലാം അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വരും, നിങ്ങൾക്ക് ജലവും എടുത്ത് മടങ്ങും. അപ്പോൾ ധർമ്മപുത്ര സമ്മതിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യാസൻ നിരവധി ചോദ്യങ്ങൾ ഗന്ധർവനെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. ലോകത്തെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചും ഒക്കെ. അതിനൊക്കെ ധർമ്മപുത്രർ അതിസുന്ദരമായ മറുപടി പറയുന്നുണ്ട്. എന്തോ ഒരു ഇൻ്റലക്ച്വൽ ലെവലായിരുന്നു ഈ വ്യാസന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു രംഗമാണ്. അതിലൊരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന എന്താണെന്ന്. ഇന്നുപോലും നമുക്കതറിയില്ല. കാരണം പ്രകാശമാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാസ്ത്രം കുറേ കാലം മുന്നോട്ട് പോയി. ഇപ്പോൾ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയുമുണ്ട് അതിനേക്കാൾ വേഗതയുള്ളത്, കണ്ടെത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ധർമ്മപുത്ര പറഞ്ഞ ആ ഒരു ഉത്തരം അതിഗംഭീരം. ഇതാണ്, മനസ്സാണ് ഏറ്റവും വേഗം സഞ്ചരിക്കുന്നത്. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ച മനസ്സ് അപ്പോഴങ്ങോട്ട് എത്തുകയും, അതാണ് മനസ്സ് അതിവേഗം സഞ്ചരിക്കുന്നത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് രസകരമായ ഒരുപാട് ഉത്തരം ധർമ്മപുത്ര പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതിന് ധർമ്മപുത്ര പറയുന്ന മറുപടി, നമ്മുടെ ചുറ്റും നമ്മൾ മരണം കണ്ടുകൊണ്ടിരിക്കണം. ഇന്നും അങ്ങനെയല്ലേ? പത്രം എടുത്തു നോക്കിയാൽ അതിൽ ചരമം കോളം കാണും. 1 കോളം 5 സെൻറ്റിമീറ്റർ. നമുക്കെല്ലാം അവസാനം കിട്ടുന്ന ദാനമാണത്. പണ്ടൊക്കെ 6 അടി മണ്ണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പറയാം 1 കോളം 5 സെൻറ്റിമീറ്റർ പത്രത്തിൽ കിട്ടും. നമ്മുടെ ഫോട്ടോ ഇട്ടിട്ട് ഇന്ന ആൾ ഇന്നെന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരണത്തെ എന്നും കാണുന്നുണ്ട്. പ്രായമാകും തോറും ഈ ചരമകോളം ആളുകൾ കൂടുതൽ വായിക്കും. കാരണം ഏതാണ്ട് കളിയിക്കവിടെ അവരെ എത്തി ബസ് എന്നുള്ള തോന്നലാണ്. അങ്ങനെ മരണത്തെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കൾ മരിക്കുന്നുണ്ട്. ആരെങ്കിലും മരിച്ചു എന്നോ, ഓ മരിച്ചോ എന്ന് നമ്മൾ പറയാറുണ്ട്. അസിഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോക്ക് പോലെ. ഷോക്കൊന്നുമല്ല, എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആത്മാവുകൾ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു, എത്രയോ ആത്മാവുകൾ വന്നിറങ്ങുന്നു ഈ ഭൂമിയിൽ. അത് നിത്യസത്യമാണ്. നിരന്തരം നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇന്ന് ഒരു ദിവസം നമ്മൾ കൂടുതലെടുത്തു. പക്ഷേ മരണം നമുക്ക് ഭയങ്കര മിസ്റ്ററിയാണ്. കാരണം നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയല്ലേ വെട്ടിപ്പിടിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ ബാങ്ക് അക്കൗണ്ടുകൾ വർദ്ധിപ്പിക്കാൻ നോക്കുന്നത്, അതിനുവേണ്ടിയുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിക്കുന്നത്, അതിനുവേണ്ടി അല്ലേ നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനുവേണ്ടിയല്ലേ നമ്മൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്നത്. എല്ലാം അവസാനിക്കും. മരണം വാതിൽക്കൽ ഒരു നാൾ മണിമഞ്ചലുമായിട്ട് വന്നിരിക്കുന്നു അല്ലേ? പക്ഷേ ആ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ല.
ഹിന്ദുക്കൾ ചന്ദനക്കുറി ഇടുന്നത് അവസാനം ചന്ദനശിതയിൽ വെക്കേണ്ടതാണ് ഈ ശരീരമെന്ന് ബോധമുണ്ടാവാനാണ്. കുങ്കുമിടുമ്പോൾ അവസാനം അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് എൻ്റെ ശരീരം എന്ന ബോധത്തോട് ജീവിക്കാനാണ്. ഭസ്മം ഇടുന്നത് അത് ദേഹം മുഴുവൻ ഇടും. അവസാനം ഞാനൊരു പിടി ചാരമേ ഉള്ളൂ. ആ ഞാൻ നിലനിൽക്കുന്നതല്ല, ഈ ശരീരം എന്ന് നിലനിൽക്കുന്നതല്ല. യൗവനം നിലനിൽക്കില്ല, ആരോഗ്യം നിലനിൽക്കില്ല, സൗന്ദര്യം നിലനിൽക്കില്ല. ഈ സത്യം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഗുരുക്കന്മാർ ചന്ദനവും ഭസ്മവും കുങ്കുമവും ഒക്കെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് എനിക്കുടം മരിക്കണമെന്നൊന്നും തോന്നുന്നില്ല എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ആര് പറഞ്ഞു? ധർമ്മപുത്രർ പറഞ്ഞു. അല്ലെങ്കിൽ ആര് പറയിച്ചു? വേദവ്യാസൻ പറയിച്ചു. പക്ഷേ യുക്തിവാദികൾ ഇത് പറയുന്ന കേട്ടതൊന്നും അവരുടെ യുക്തി ആചാര്യന്മാർ പറഞ്ഞവരെ പഠിപ്പിച്ചതാണ്. തനി ഭാരതീയ ദർശനങ്ങളുടെ ഭാഗമാണിത്, ഇത് മഹാഭാരതത്തിൽ നിന്നാണ് ഞാൻ ഉൾക്കൊണ്ടത് എന്ന് പറയില്ല. പറഞ്ഞാൽ മഹാഭാരതമൊക്കെ നിങ്ങൾ വായിക്കുമോ? അപ്പോൾ യുറ ഹിന്ദു എന്ന് ചോദിക്കും. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭയങ്കര ലജ്ജയല്ലേ? ഹിന്ദു എന്ന് പറയാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ അത്ഭുതകരമായ അറിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ പോയില്ലേ എൻ്റെ യുക്തി? കുറേ യൂറോപ്യന്മാർ ഇന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്ന കുറേ ചവറുകൾ എടുത്തല്ലേ ഒരു യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കുന്നു. നമ്മുടെ ചാർവാകം മുനിമാർ പറഞ്ഞ യുക്തിവാദത്തിൻ്റെ അടുത്ത് വരുവരായിരുന്നു. അതിനെക്കുറിച്ച് ഇവരെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഒന്നുമില്ല. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ പോലെ പത്തായത്തിലെ നെല്ല് കുന്നുകൂടി കിടക്കുമ്പോൾ ആ നെല്ലെടുത്ത് കുത്തി അരി വെച്ച് ചോറാക്കൂൽ തിന്നില്ല. പിന്നെ എന്തു ചെയ്യും? അയൽവക്കത്തെ കുപ്പത്തൊട്ടികൾ പോയി വല്ല ഉണ്ടെങ്കിൽ എടുത്തുണ്ട്. ഇതാണ് നമ്മുടെ ഭാരതീയ യുക്തിവാദികൾ. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞൊരു സത്യത്തെ മറ്റ് ചില വാക്കുകളൊക്കെ മാറ്റിയെടുത്തിട്ട് സദസ്സിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചിരി വരും. കാരണം എന്താണ്? എടാവേ, നീയൊക്കെ ഈ മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുകയും ഉപനിഷത്തുകളൊക്കെ വായിക്കുകയും വേദങ്ങളൊക്കെ വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടാവും. അതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ പറയണ മണ്ടത്തനങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഓഹോ ആഹാ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ചിരിച്ചു പോകും സാർ. ആ ചിന്ത വരുമ്പോൾ ആരും ചിരിച്ചു പോകും.